ഹലോ നമസ്കാരം. ഞാൻ ഭദ്ര. ഒരു മുസ്ലിം പെൺകുട്ടി ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി കാല് കഴുകി റീൽസ് എടുത്തു. അത് ഒരു വിവാദമായി. അത് വിവാദമായത് വെറുതെ അല്ല. ഗുരുവായൂർ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് മറ്റുള്ള കുളങ്ങളെ പോലെ അല്ല. അത് രുദ്രക്കുളമാണ്. അതായത് നമ്മൾ ഗുരുവായൂർ ഭഗവാനെ നമ്മൾ എങ്ങനെയാണോ ശ്രീകോവിലിൽ കാണുന്നത് അതേപോലെയാണ് ആ ക്ഷേത്രക്കുളം. അതായത് ഭഗവാൻ ആറാടുന്ന കുളമാണ് ഗുരുവായൂർ ക്ഷേത്രക്കുളം. അപ്പോൾ ആ ക്ഷേത്രക്കുളത്തിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ഇടമാണ് ഗുരുവായൂർ ക്ഷേത്രം. അതുപോലെ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രക്കുളവും. അതും മലിനമാക്കാൻ പാടില്ല. അഹിന്ദുക്കൾക്ക് എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചുകൂടാ എന്ന് ചോദിച്ചാൽ, എല്ലാ ക്ഷേത്രങ്ങളും അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നില്ല. പക്ഷെ നമ്മൾ ചില അനുഷ്ഠാനങ്ങൾ നമ്മൾ പാലിച്ചു വരുന്നതാണ്. അതായത് നമ്മുടെ ഹിന്ദുക്കൾ ജനിച്ച് വളരുമ്പം തൊട്ട് നമുക്കൊരു ചിട്ടവിട്ടങ്ങളുണ്ട്. അത് മറ്റ് മതസ്ഥർക്കും അതുണ്ട്. അവരുടേതായ ആചാരത്തിൽ അവർ ജീവിക്കുന്നു, നമ്മൾ നമ്മുടേതായ ആചാരത്തിൽ ജീവിക്കുന്നു. അതായത് പെൺകുട്ടികൾ പീരീഡ്സ് ആയാൽ ക്ഷേത്രത്തിൽ പോകില്ല, ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും പോകില്ല, വിളക്ക് കത്തിക്കൂല. അങ്ങനെയൊക്കെ ഉള്ള ചിട്ടവട്ടങ്ങളിൽ ജീവിച്ചു വരുന്ന നമുക്ക് ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ കയറാൻ തോന്നില്ല. പക്ഷെ മറ്റു മതസ്ഥർക്ക് അതൊരു വിഷയമല്ല. അവര് പീരീഡ്സ് ആയ അമ്പലത്തിലും പള്ളികളിലും ഒക്കെ പോവും, അല്ല പിന്നെ പള്ളികളിലൊക്കെ പോവും. അപ്പൊ അവർക്കത് വിഷയമല്ല. പക്ഷെ അതുപോലല്ല നമ്മളെ ക്ഷേത്രം. നമുക്ക് ആ ചിട്ടവട്ടങ്ങളിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സമയത്ത് ക്ഷേത്ര പരിസരത്ത് പോകില്ല, അത് നമുക്കറിയാം. പക്ഷെ മറ്റു മതസ്ഥർ അങ്ങനെയല്ല. പിന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രക്കുളം ഞാൻ പറഞ്ഞില്ലേ, രുദ്രക്കുളമാണ്. അതായത് ഭഗവാൻ ആറാടുന്ന കുളം നമ്മളെ ഭയങ്കര പവിത്രമായി തന്നെയാണ് കാണുന്നത്. പിന്നെ ഇതൊക്കെ പറയുന്ന മറ്റ് മതസ്ഥരോട്, അതായത് മുസ്ലിങ്ങളോട് ഞാനൊരു ചോദ്യം. നമ്മൾ നമ്മുടെ മതത്തിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, ആരാധിക്കുന്നു, നമ്മുടെ ദൈവങ്ങളെ എത്ര ആരാധിക്കുന്നു, അതുപോലെ നമ്മൾ മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ അതിനെ നമ്മൾ എന്താ പറയുക, അവഹേളിക്കാതിരിക്കുക, അത് മാത്രമാണ്. ഞങ്ങൾ ഹിന്ദുക്കൾ ഞങ്ങൾ പല ക്ഷേത്രങ്ങളിൽ പോവും, അമ്പലങ്ങളിൽ പോവും, മുസ്ലിം പള്ളിയിൽ പോവും, ക്രിസ്ത്യൻ പള്ളിയിൽ പോവും. ഞങ്ങളിതെല്ലാം പോവും. ഞങ്ങൾ അവരെ ആരും നിങ്ങൾ യേശു ക്രിസ്തു മോശമാണെന്നോ അല്ലെങ്കിൽ മുഹമ്മദ് നബി മോശമാണെന്നോ അള്ളാഹു മോശമാണെന്നോ ഞങ്ങൾ പറയാറില്ലല്ലോ. എല്ലാ ദൈവങ്ങളും നമുക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു മതസ്ഥരുടെ അടുത്തോട്ട് കടന്നു കയറാറുമില്ല, അവരുടെ ആചാരങ്ങൾ ചോദ്യം ചെയ്യാറുമില്ല. ഇങ്ങോട്ട് ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ തിരിച്ച് പ്രതിരോധിക്കാൻ നോക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ മക്കയിൽ അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ഞങ്ങൾ ആരും ഇടിച്ചു കയറി അങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾക്ക് കയറണമെന്നുമില്ല. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ശബരിമല ക്ഷേത്രത്തിലും ഞങ്ങളുടെ ഗുരുവായൂരും ഒക്കെ കയറിയേ തീരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മുസ്ലിം മതസ്ഥർ ഇങ്ങനെ കടന്ന് എറണവപ്രാളപ്പെടുന്നത്? അപ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കാനും ഞങ്ങളെ ആചാരങ്ങളെ അവഹേളിക്കാനുമാണ്. അത് ദയവ് ചെയ്ത് ഇവിടുത്തെ മുസ്ലിം മത പണ്ഡിതന്മാർ തന്നെ അത് പറഞ്ഞു വിലക്കേണ്ടതുമാണ്. ഇല്ലെങ്കിൽ ഇവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടാവും.